ഓക്കെ ഗായ്സ് ഓക്കെ അപ്പം ഞാനാണ് ഗൈസ് ഷിൻചാൻ. ഓക്കെ ഗായ്സ് അപ്പം ഞാനും നമ്മുടെ പിങ്ചാനും കൂടെ എന്തായാലും രാവിലെ എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ ഡിഫൻഡറുകളൊക്കെ ആരും കാണാതെ പതുക്കെ എന്തായാലും എടുത്തെന്തായാലും നമ്മുടെ ഏതാണ് എൻ്റെയും പിങ്ചാൻ്റെയും ഫ്രണ്ടായിട്ടുള്ള നമ്മുടെ ടോം ആൻഡ് ജെറി ഇല്ലേ. ടോം ആൻഡ് ജെറിങ്ങളൊക്കെ എന്തോ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് എന്തായാലും ഞങ്ങളെന്തായാലും വിളിച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയായിട്ട് നമ്മുടെ ടോം ആൻഡ് ജെറിങ്ങളൊക്കെ എന്തായാലും നമ്മളെന്തായാലും വിളിച്ചുകൊണ്ട് തന്നെ ആയിട്ട് എന്തായാലും ഞാനും അതേപോലെ നമ്മുടെ പിങ്ചാനും കൂടെ എന്തായാലും രാവിലെ എന്തായാലും അവരെ വീട്ടിൽ എന്തായാലും പോയേക്കാണ് കേട്ടോ. എന്തിനാണ് അവരെ വിളിച്ചതെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. നമ്മുടെ ടോം ആൻഡ് ജെറിങ്ങളൊക്കെ നമ്മളെന്തായാലും ഒരു ചലഞ്ചിനുകളൊക്കെ എന്തായാലും വിളിച്ചേക്കാണ്. ഇതെന്ന് വെച്ചാൽ ഒരു ചലഞ്ചല്ല, ഒരു റേസ് എന്നൊക്കെ വേണമെങ്കിൽ എന്തായാലും പറയാം കേട്ടോ. നമ്മുടെ സിറ്റിയിലാണെങ്കിൽ പുതിയതായിട്ട് നല്ലൊരു മെഗാ റാമ്പുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു മെഗാ റാമ്പിൽ കണക്ക് വെച്ചൊരു അടിപൊളി ഒരു മെഗാ റാമ്പ് റേസുകളൊക്കെ എന്തായാലും നടത്തിയാലാന്ന് ആലോചിക്കുകയാണ് നമ്മുടെ ടോം ആൻഡ് ജെറിങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് നമ്മളെന്തായാലും ആ മെഗാ റാമ്പിന് ഉണ്ടെന്ന് പതുക്കെ എന്തായാലും നൈസായിട്ട് പറഞ്ഞു ഗൈസ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമുക്കാണെങ്കിൽ മെഗാ റാമ്പിന് പറ്റിയ നല്ല വണ്ടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ എന്തായാലും ഇല്ല കേട്ടോ. നമ്മുടെ കയ്യിലാണെങ്കിൽ വണ്ടിയൊന്നും തന്നെ ഇല്ല. നമ്മുടെ കയ്യിൽ ആകെയുള്ളൊരു സൈക്കിളായിരുന്നു. അതിൻ്റെ ഹാൻഡിലെല്ലാം ഒടിഞ്ഞ് നമ്മുടെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ എവിടെയോ കൊണ്ട് തൂക്കി വിറ്റ് ഗൈസ്. ഞാനും അതേപോലെ തന്നെ പിങ്ചാനും കൂടെ കുറച്ച് കഷ്ടപ്പെട്ടാണ് ഈ ഡിഫൻഡർ അടിച്ചു പറ്റിയൊക്കെ. ഫ്രാങ്ക്ലിൻ ചേട്ടൻ എങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ തീർന്നു. എണീറ്റാലും പ്രശ്നമാണ്. ഗ്രാനി ഫ്രാങ്ക്ലിൻ ചേട്ടനോട് പറയാൻ കേട്ടാ. ഐ സി യു ഫ്രാങ്ക്ലിൻ മോനെ, ഫ്രാങ്ക്ലിൻ മോനെ, ഫ്രാങ്ക്ലിൻ മോനെ. നമ്മുടെ ഏതാണ് പിങ്ചാൻ മോനും ഷിൻചാൻ മോനും വന്ന് ഇന്ന് അവന്മാരുടെ കാര്യത്തിലുള്ള തീരുമാനം എന്നോട് ചോദിക്കാതെ വണ്ടി എടുത്തിട്ട് പോയാ. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ അടിക്കല്ലേ, അയ്യോ അയ്യോ എടാ പിങ്ചാനെ ഓടിക്കണോ, അയ്യോ 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 ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഫ്രാങ്ക്ലിൻ ചേട്ടാ അടിക്കല്ലേ, എന്നെ ഷിൻചാനെ അടിക്കല്ലേ, അയ്യോ ഞങ്ങളൊരു കാര്യം പറയണേ ഫ്രാങ്ക്ലിൻ ചേട്ടാ നിൽക്കി ചേട്ടാ പ്ലീസ് പ്ലീസ്. നിങ്ങൾ എന്തിനാ എൻ്റെ ഡിഫൻഡർ എടുത്തിട്ട് പോയാ? അത് പിന്നെ ചേട്ടാ ടോം ആൻഡ് ജെറിയൊക്കെ രാവിലെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ചലഞ്ചിൻ്റെ കാര്യം പറയാനായിട്ട്, ഒരു മെഗാ റാമ്പ് ചലഞ്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ വീട് വരെ എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോൾ നടന്നു പോകണ്ടേ, നല്ല ദൂരമുണ്ട്. എടാ നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ കൂടെ ഉള്ള വഴി കൂടെ കറങ്ങി കുറച്ച് ദൂരം നടന്നാൽ അവരെ വിടത്തുമല്ലോ. ഒരു കുഞ്ഞിൻ്റെ മണ്ടക്കല്ലേ അവരെ വീട് ഉള്ളത്. അതെന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടാ. പക്ഷെ ഞങ്ങൾക്ക് കാലിലെന്തോ ചെറിയ വേന. അത് മാത്രമല്ല നമ്മുടെ ഷിൻചാൻ്റെ കാലിൽ ഒരിടത്ത് ഇടിച്ചത് മൊത്തം ഉളുക്കിയിരിക്കുകയാണ്. അവൻ്റെ കാലിലൊന്നും പറ്റാതിരിക്കാൻ കൊണ്ടാണ് ഞാൻ കാർ എടുത്തിട്ട് പോയത്. എടാ ഷിൻചാനെ പിങ്ചാനെ ഇനി മേലെ ഇത് ആവർത്തിക്കല്ലേ കേട്ടാ. ഓക്കെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്കൊരു സ്വന്തമായിട്ടൊരു കാറുണ്ടായിരുന്നെങ്കിൽ നമ്മളത് വച്ചോടിച്ചേനെ. എന്നെ കൊണ്ടത് പറയിപ്പിക്കല്ലേ. ഇപ്പോൾ അകത്തേറ്. അല്ലല്ല ഒരു കാര്യം ചോദിക്കാൻ മറന്നേ. ടോം ആൻഡ് ജെറി എന്തോ ചലഞ്ചിൻ്റെ കാര്യം എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ. ഫ്രാങ്ക്ലിൻ ചേട്ടാ എന്താണ് സംഭവം എന്ന് വെച്ചാലില്ലേ, നമ്മുടെ സിറ്റിയിലാണെങ്കിൽ പുതിയതായിട്ടൊരു മെഗാ റാമ്പ് വന്നല്ലോ. ആ മെഗാ റാമ്പ് വെച്ചൊരു കിടിലൻ ചലഞ്ചുകളൊക്കെ നടത്തിയാലോന്ന് ആലോചിക്കുകയാണ് നമ്മുടെ ടോം ആൻഡ് ജെറി പിന്നെ നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ടോം ആൻഡ് ജെറികളൊക്കെ നമ്മുടെ പിങ്ചാനെ എന്തൊക്കെയോ കുത്തി പറഞ്ഞ്, അവനാണെങ്കിൽ വണ്ടി ഓടിക്കാനോ ഒന്നും അറിഞ്ഞൂടാ, അവനൊരു പൊട്ടനാണ് മണ്ടനാണ്, അവനാണെങ്കിൽ വണ്ടി മര്യാദയ്ക്ക് വളയ്ക്കാനോ വൈപ്പറിടാൻ പോലും അറിഞ്ഞൂടാ, അങ്ങനെ എന്തൊക്കെ നമ്മുടെ പിങ്ചാനെ ചുമ്മാ കുത്തി പറഞ്ഞ് ജെറി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പിങ്ചാന് ദേഷ്യം. പിങ്ചാനാണെങ്കിൽ പറഞ്ഞ് ഈ റേസിന് ഞാൻ പിങ്ചാനും ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. എടാ പിങ്ചാനെ നമുക്ക് എല്ലാവർക്കും അറിയാം നിനക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെന്ന്. പക്ഷെ മണ്ട നീ എന്തിനാടാ അവന്മാരുടെ അടുത്ത് പോയി പറയാം? അവന്മാരുടെ കയ്യിലുള്ള വണ്ടിയാന്ന് നിനക്കറിയാമോ? അവന്മാരുടെ കയ്യിലുള്ള ലംബോർഗിനിയാണ്, ലംബോർഗിനി. ഈ ഡിഫൻഡറൊക്കെ വെച്ചാൽ മെഗാ റാമ്പിന് പോയാലെന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിക്ക്. ലംബോർഗിനിയൊക്കെയാണ് സുഖമായിട്ട് കയറിപ്പോ. നിങ്ങളുടെ കാര്യയുടെ കഷ്ടമെന്ന് വെച്ചാൽ എന്നാലും നിങ്ങൾ എന്ത് മണ്ടന്മാരാണ്. എൻ്റെ പോനെ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കയ്യിലൊരു മാജിക്കൽ പെയിൻറ്റിംഗ് ബോർഡ് ഉണ്ടല്ലോ, അതായത് ഞാൻ ഉദ്ദേശിച്ച മാജിക്കൽ പെയിൻറ്റിംഗ് ബോർഡൊക്കെ നമുക്ക് എടുത്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കിടിലെ കമ്പ്യൂട്ടർ നമ്മുടെ കയ്യിലുണ്ടല്ലോ. കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമ്മളൊരു മാജിക്കൽ പെയിൻറ്റിംഗ് ബോർഡിൻ്റെ ഒരു കിടിലെ പവർഫുൾ സോഫ്റ്റ്വെയറുകളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. നമുക്കപ്പോൾ ആ പെയിൻറ്റിംഗ് ബോർഡിൽ നമുക്ക് എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള വല്ല സ്പോർട്സ് കാറോ വല്ല വരയ്ക്കുക. ഫ്രാങ്ക്ലിൻ ചേട്ടാ എനിക്കൊരു കിടില ഐഡിയ ഉണ്ട്. നമുക്കാണെങ്കിലല്ലേ അവന്മാരുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ലംബോർഗിനിയുടെ ഹുറാക്കനാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ലംബോർഗിനിയുടെ സിയാനോ അങ്ങനെ ഈ സൈഡ് വരയ്ക്കുക. ലംബോർഗിനി സിയാനോ, അതിന് നിനക്ക് ലംബോർഗിനി സിയാൻ വരയ്ക്കാൻ അറിയാമോ? അതാ നീ പറ. ഫ്രാങ്ക്ലിൻ ചേട്ടാ എനിക്ക് അത്യാവശ്യം ഡ്രോയിങ് ഒക്കെ അറിയാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്ത് പാസ്വേഡൊക്കെ ഒന്ന് മാറ്റിത്താ. ഞാനും പിങ്ചാനോട് എങ്ങനെയെങ്കിലൊക്കെ കുറച്ച് പാടോട്ട് ലംബോർഗിനി സിയാൻ എങ്ങനെയെങ്കിലൊക്കെ വരയ്ക്കാൻ നോക്കാം. ശരി ശരി നിങ്ങൾ അവിടെ വരി, ഞാൻ അത് ഓണാക്കി ഫുള്ള് സെറ്റാക്കി തരാം. നിങ്ങൾ വൃത്തിയായിട്ട് വരയ്ക്കണേ, നല്ല പെർഫെക്ഷൻ പറഞ്ഞു. ലംബോർഗിനി സിയാനാണെന്ന് ഏത് മാജിക്കൽ പെയിൻറ്റിംഗ് ബോർഡിൻ്റെ അകത്തുള്ള ആൾക്കാർക്ക് അറിയണം. ഫ്രാങ്ക്ലിൻ ചേട്ടാ അത് ഞങ്ങളേറ്റ് അതൊന്ന് സെറ്റ് ചെയ്താ. ഷിൻചാനെ പിങ്ചാനെ
ഓക്കെ ഇവിടെ ഇപ്പോൾ എന്തായാലും ഗൈസ് നമ്മളെന്തായാലും നമ്മുടെ ടക്സ് പെയിന്റ് എന്നുള്ള ആപ്പ് നമുക്ക് നൈസായിട്ട് എന്തായാലും എടുത്തേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ലംബോർഗിനിയുടെ സിയാന നൈസായിട്ട് അങ്ങ് വരയ്ക്കാം കേട്ടോ. എടാ ഷിൻചാനെ നിനക്ക് വല്ലതും വരയ്ക്കറിയാമോ? എടാ പിഞ്ചാനെ നമ്മളാണെങ്കിൽ ഈ ഒരു ഏതാണ് ഇന്ത്യയിലോട്ടേക്ക് വന്നതിന് ശേഷം ഫ്രാങ്ക്ലി ചേട്ടൻ എല്ലാ ഞായറാഴ്ച എന്നെ ഡ്രോയിങ് ക്ലാസ്സിനോട് അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എനിക്ക് വരയ്ക്കാനൊക്കെ അറിയാം ടക്സ് പെയിന്റ് എന്നുള്ള ഈ ഒരു ആപ്പിൽ. അതല്ലാതെ തന്നെ നമ്മുടെ മറ്റേ റിയൽ ആയിട്ടുള്ള പേപ്പറിലൊക്കെയാണ് ഞാൻ ഇറങ്ങാത്ത കോൺസെപ്റ്റ് മോഡലൊക്കെ സൂപ്പറായിട്ട് വരയ്ക്കും. എടാ മതിയടാ തള്ളിയത്, നീ ആദ്യം വരയ്ക്കാൻ നോക്ക്. ആടാ നീയും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യണേ. ആടാ ഷിൻചാനെ, എടാ ഷിൻചാനെ നീ നല്ല ഉഗ്രനായിട്ട് വരയ്ക്കടാ. നമ്മുടെ പിഞ്ചാനെ കുറ്റപ്പെടുത്തിയാണ് ജെറി. അവനിട്ട് തിരിച്ചൊരു പണിയെടുക്കണം. ആ ഫ്രാങ്ക്ലി ചേട്ടൻ പറയാം കറക്റ്റാണ്. നമുക്കിപ്പോൾ മാക്സിമം വരയ്ക്കാം. എടാ ഷിൻചാനെ ഫസ്റ്റ് ടയർ വരയ്ക്കടാ. ആടാ പിഞ്ചാനെ ഫസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് ടയർ വരയ്ക്കാം കേട്ടാ. തെറ്റിപ്പോലെ ഓക്കെ സെറ്റ്. ഇനി നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ നൈസായിട്ട് വരയ്ക്കാം കേട്ടാ. ആടാ ഷിൻചാനെ നമുക്കൊരു പ്ലാറ്റ്ഫോം അങ്ങ് വരയ്ക്കാം. ഇവിടെ പിന്നെ കുറേ ടൈപ്പിലുള്ള എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്കൊരു പ്ലാറ്റ്ഫോം വരയ്ക്കാനുള്ളതാണ് വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് സ്ട്രേറ്റ് ലൈനായിട്ട് തന്നെ വരയ്ക്കണം. ഓക്കെ കറക്റ്റായിട്ടുണ്ട്. ഓക്കെ നമുക്ക് ടയറൊക്കെ ഫുള്ളായിട്ട് ബ്ലാക്ക് കൊടുക്കാം. വേറെ സീനൊന്നുമില്ല. ഓക്കെ നമുക്ക് എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ അത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ കൊടുക്കാം. നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ എടാ ഷിൻചാനെ ഇതിപ്പോൾ വന്നത് നമ്മുടെ മറ്റേ ടെസ്ലയുടെ സൈബർ ട്രക്കില്ലേ അതിൻ്റെ ഒരു ലുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി അഥവാ എങ്ങനെ നമ്മുടെ സൈബർ ട്രക്ക് എങ്ങനെ വരുമോ? ഇല്ലടാ പിഞ്ചാനെ നീ എന്താ പേടിക്കണം? നീ ഇത്രയും പേടിത്തോടനെ പോയല്ലടാ. എടാ ഞാൻ പറഞ്ഞതാ നീ ഒരു കാര്യം ചെയ്താൽ വൃത്തിയായിട്ട് വരയ്ക്കും. ആടാ പിഞ്ചാ എടാ പിഞ്ചാനെ ഇതിൽ വരയ്ക്കാൻ ഭയങ്കര പാടാണല്ലോടാ. ആടാ അതെന്നല്ലോടാ ഞാൻ ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്നാ. നമുക്കിനിയില്ല വണ്ടിക്കൊരു കളർ എടുക്കാം കേട്ടാ. ഓൾമോസ്റ്റ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം ലംബോർഗിനിയുടെ സിയാൻ പോലെ വരച്ചിട്ടുണ്ട് കേട്ടോ. എടാ ഷിൻചാനെ ഇതെന്താടാ? എടാ ഇത് പാണ്ഡവന്റെ കാലത്തുള്ള യാതോ പഴയ വണ്ടിയല്ലടാ. ഇല്ല ഫ്രാങ്ക്ലി ചേട്ടാ ഇത് ലംബോർഗിനി സിയാനാണ്. നമ്മൾ പിന്നെ ഇതിൽ ലംബോർഗിനി സിയാൻ ഇതിന്റെ സ്പീക്കറിൽ ചുമ്മാ പറഞ്ഞാൽ മതി. എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി അരച്ചാൽ മതി. ലംബോർഗിനി സിയാൻ നമുക്ക് തരും. എന്നാലും എൻ്റെ ഷിൻചാനെ എനിക്ക് തോന്നില്ല കേട്ടോ ഇത് ലംബോർഗിനി സിയാനാണെന്ന്. ഫ്രാങ്ക്ലി ചേട്ടാ ഒന്നും മിണ്ടായിരിക്കുമോ? മനുഷ്യനെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട്. എടാ നമുക്ക് എന്ത് കളർ എടുക്കാൻ വേണ്ടിക്ക്? എടാ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു കിടിലം ഗ്രീനും കൊടുക്കാം. നമ്മുടെ ലംബോർഗിനി സിയാന് പിന്നെ ഗ്രീൻ കാണാനുള്ള നൈസ് ലുക്കാരി. ആടാ പിഞ്ചാനെ നമുക്ക് നൈസൊരു ഗ്രീന് കൊടുക്കാം കേട്ടാ. ഈ ഒരു ഗ്രീൻ കൊള്ളൂല. നമുക്ക് ഈ ഗ്രീൻ കൊടുക്കാം. ഓക്കെ ഇത് നൈസൊരു ഗ്രീനാണ്. നമുക്ക് എന്നിട്ട് പുറകിലത്തെ ആ ഒരു ലൈറ്റിന് റെഡ് കൊടുക്കാം. ഫ്രണ്ടിലത്തെ ലൈറ്റിന് എന്തൊരു കളർ കൊടുക്കാം? എടാ നമുക്ക് നൈസായിട്ട് ഈ ഗ്രേയും കൊടുക്കാം കേട്ടാ. കുറച്ചുകൂടെ അപ്പോൾ ലുക്ക് കിട്ടും. വാവ് വാട്ട് എ ബ്യൂട്ടി കാർ. എടാ ഗ്ലാസിൻ്റെ കളർ കൊടുത്തില്ല. ഞാൻ അതൊക്കെ കൊടുത്ത്. എടാ റൂഫ് വേണോ? ഇല്ലടാ നമ്മൾ റൂഫില്ലാത്ത കാറല്ലേ ഉദ്ദേശിക്കണ. ആടാ നീ പറഞ്ഞ ശരിയാണ്. എടാ നമ്മൾ അലോയ് വരച്ചില്ലടാ. ആടാ പിഞ്ചാനെ നമ്മൾ അലോയ് വരച്ചില്ലടാ ഇത്ര നേരമായിട്ട്. നമുക്ക് വൈറ്റ് ഇട്ടിട്ട് ഒരു കിടില അലോയ് അങ്ങ് വരയ്ക്കാം. ഓക്കെ എങ്ങനെയെങ്കിലൊക്കെ ഒരു കിടില അലോയ് അങ്ങ് വരയ്ക്കാം കേട്ടാ. നമുക്ക് എന്നിട്ട് കറക്റ്റായിട്ട് അത് തികയണ രീതിയിൽ വരച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ഒരെണ്ണം എന്നാലും വരയ്ക്കാം കേട്ടാ. അപ്പോൾ കുറച്ചുകൂടെ നൈസായിരിക്കും കേട്ടോ. ഇത് എന്തിട്ട് ടയറാണല്ലേ. നമുക്ക് എന്നിട്ട് കുറച്ചുകൂടെ വൃത്തിയായിട്ട് വരയ്ക്കാം കൈസ്. ഓക്കെ അതിൻ്റെ അകത്തുള്ള ആ റിമ്മിൻ്റെ അതാണ് ഞാൻ ഉദ്ദേശിക്കണത്. എടാ ഷിൻചാനെ എന്തായാലും നീ ഇത്രയും കഷ്ടപ്പെട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാം കുഴപ്പമില്ല. പക്ഷേ പൊട്ടനായാലും ശരി ബുദ്ധിയുള്ളവനായാലും ശരി ആര് കണ്ടാലും പറയും ഇത് ലംബോർഗിനി സിയാൻ അല്ല. ഫ്രാങ്ക്ലി ചേട്ടൊന്നും മിണ്ടായിരിക്കുമോ? ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ പാടുമായിട്ട് വരയ്ക്കാൻ നോക്കും. എന്നെ ശല്യം ചെയ്തിരിക്കണം. ഒന്ന് പോയിരിക്കുവാടാ. അല്ല പിന്നെ സോറി ഞാൻ ഒന്നും പറയണില്ല. ഓക്കെ ഇവിടെ ഇപ്പം നമ്മൾ ഏകദേശം വണ്ടിയുടെ പണി തീർത്തിട്ടുണ്ട് കേട്ടാ. എടാ ഇത്രയും മതിയോ? ആടാ ഇത്രയൊക്കെ മതി. ഇതൊക്കെ തന്നെ ധാരാളം. എടാ ഒരു കാര്യം ചെയ്യാം. നമുക്കില്ലേ നമ്മുടെ മറ്റേ ലംബോർഗിനിയുടെ ലോഗോ ഇല്ല അതും കൂടെ പതുക്കെ ഒന്ന് വരച്ചൊക്കെ കേട്ടാ. എടാ നിനക്കെന്തൊരു പ്രാന്താണോ ഷിൻചാനെ? അയ്യോ സോറി ഞാൻ അറിയാതെ കുറച്ച് വലുതാക്കി വരച്ച്. ഇതിൻ്റെ സൈസ് എങ്ങനെ എന്തോ കുറയ്ക്കണം അതെനിക്കറിയാൻ പാടില്ല. ഓക്കെ നമുക്കെന്തായാലും പറ്റണ പോലെയൊക്കെ ലംബോർഗിനിയുടെ ലോഗോ വരച്ചൊക്കെ കേട്ടാ. ഇനി നടുക്കിലൊരു കാളയോ അങ്ങനെ എന്തോ ആയിരുന്നില്ലേ. കാള ഇപ്പം എങ്ങനെ ഇരിക്കുക? ഇവിടെ ഒരു തല വയ്ക്കുക എന്നിട്ട് കാള വയ്ക്കുക. പതിയാ? എടാ ഷിൻചാനെ ഇതിപ്പോൾ വൃത്തിയോടായ. ഇല്ലടാ ഇത് വെച്ചപ്പോൾ കുറച്ചുകൂടെ കാണാനായിട്ട് ലുക്കുണ്ട്. ശരി ഫ്രാങ്ക്ലി ചേട്ടാ ഞങ്ങൾ വരച്ചേ. എടാ ഇത് എന്തോടാ ഇതെന്തൊരു ലംബോർഗിനി സിയാൻ? എനിക്ക് കണ്ടിട്ട് തോന്നല്ലോ ലംബോർഗിനി സിയാനെന്ന്. കുറച്ചുകൂടെ ഒരു ലുക്കൊക്കെ കൂടെ മതി ഫ്രാങ്ക്ലി ചേട്ടാ. ഇതൊക്കെ മതി. ഫ്രാങ്ക്ലി ചേട്ടാ ഇത് പണിയാണ് കാണിച്ചാ. വണ്ടിക്ക് വീൽ ക്യാപ്പൊക്കെ വെച്ചാ. ഞങ്ങൾ അലോയല്ല ആക്കിയ ഇത് പോടാടുന്നത്. ഇതൊക്കെ വെച്ചാലേ കുറച്ചുകൂടെ ലുക്ക് കിട്ടത്തുള്ളൂ. മതി. ഇനി നമുക്കിപ്പോൾ ഈ വണ്ടി റിയൽ ലൈഫിലോട്ട് കൊണ്ടുവരാം. അതിന് മുമ്പായിട്ട് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം തന്നെ ചേട്ടാ. അതേപോലെ തന്നെ നമ്മുടെ ഷിൻചാനും പിഞ്ചാനും വരച്ച് ഈ ഡ്രോയിങ് എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്ത് എന്തായാലും പറയാം. ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ തൊട്ട് ആരെയും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ വീഡിയോസ് ആണെങ്കിൽ അപ്പോൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ആകുന്നതാണ്. ഓക്കെ ലൈക്ക് ചെയ്യാൻ തന്നെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. ഓക്കെ
അപ്പോൾ നമുക്ക് നല്ല ഇത് റിയൽ ലൈഫിലോട്ട് കൊണ്ടുവരാം. 3, 2, 1 ലെറ്റ്സ് ഗോ. ആ ഷിൻചാനെ പിങ്ചാനെ നിങ്ങൾ വരച്ച ഡ്രോയിങ് അലമ്പ് ഡ്രോയിങ് ആയിരുന്നു തോന്നട്ടെ. ഇവിടെ പ്രത്യേകിച്ച് വണ്ടിയൊന്നും ഇല്ലല്ലോ. ഐ സി യു ഫ്രാങ്ക്ലിൻ മോനെ ഒരു ലംബോർഗിനി സിയാന അങ്ങനെ എന്തോ ഒരു കാർ നിങ്ങളെന്തോ വരച്ചില്ലേ? ആ കാറ് അതേത് കാറാണെന്ന് എനിക്കറിയൂടാ. പക്ഷെ സൈഡിലാണ്ട് ഒരു പച്ച കളർ കാർ കിടക്കണേ. യെസ് എടാ ഷിൻചാനെ പിങ്ചാനെ നിങ്ങൾ വരച്ച വൃത്തിയായിട്ട കാറിന്റെ പടം സൂപ്പറായിട്ട് കണ്ട ഒറിജിനൽ ലംബോർഗിനി ആയിട്ട് വന്നല്ലോ. ഫ്രാങ്ക്ലിൻ ചേട്ടന് നമ്മളെ കഴിവെന്ന് അറിഞ്ഞൂടാ അല്ലടാ പിങ്ചാനെ? ആടാ ഷിൻചാനെ ഇതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. കണ്ട നമ്മളെന്ത് സൂപ്പറായിട്ടാണല്ലേ വരച്ചത്. കണ്ട വണ്ടി കണ്ട അതേപോലെ തന്നെ ഉണ്ട് കേട്ടാ. പക്ഷെ ഈ വണ്ടിക്കാണെങ്കിൽ അവിടെ ഇവിടെ കുറച്ച് ചരിവൊക്കെ ഉണ്ട് കേട്ടാ. പക്ഷെ നമുക്കൊന്നും അതേപോലെ കറക്റ്റായിട്ട് വരയ്ക്കാനായിട്ട് അറിയത്തില്ല കേട്ടാ. ഈ വണ്ടിക്ക് പിന്നെ റൂഫൊക്കെ ഉണ്ട് കേട്ടാ. എന്തായാലും ഇതൊക്കെ മതിയോ? ഇതൊക്കെ വെച്ച് നമുക്ക് എന്തായാലും അവന്മാരെ തോപ്പിക്കാനായിട്ട് പറ്റും കേട്ടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഞങ്ങളെന്തായാലും ഇല്ലേ പോയിട്ട് എന്തായാലും അവന്മാരെ തോപ്പിച്ചിട്ട് വരാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇവിടെ തന്നെ ഇരി. എടാ ഞാനും കൂടെ വരാടാ. അയ്യോ വേണ്ട ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇതിൽ 2 സീറ്റാണ് ആപ്പാടാ. എന്നാ ശരി നിങ്ങൾ പോയിട്ടാ, ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഇരിക്കാം. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയാണല്ലോ നമ്മളൊന്നും വേണ്ട. ഇല്ല ഫ്രാങ്ക്ലിൻ ചേട്ടാ ഞങ്ങളിപ്പോൾ പെട്ടെന്ന് തന്നെ വരാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇവിടെ ഇരി. വാടാ പിങ്ചാനെ. ആടാ നമുക്ക് നേരെ ഒന്നുമില്ല അങ്ങോട്ട് പോയി വണ്ടി കൂടെ ഓടിച്ച്. ഓക്കെ ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് നമ്മുടെ മെഗാ റാമ്പ് റൈസ് നമ്മളൊക്കെ ഫൈനൽ എന്തായാലും സ്റ്റാർട്ട് ആയേക്കാനേട്ടാ. ഓക്കെ അപ്പോൾ എന്തായാലും ഫസ്റ്റ് കണക്ക് എന്തായാലും നമ്മുടെ മെഗാ റാമ്പ് റേസിൽ കണക്കെ ചാടാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ടോം ആൻഡ് ജെറി ആണ് കേട്ടാ. എന്നിട്ടാണ് ഞാനും അതേപോലെ നമ്മുടെ പിങ്ചാൻ കേട്ടാ. എടാ പിങ്ചാനെ ഷിൻചാനെ നിങ്ങളെന്തായാലും ഒരിക്കലും ജയിക്കാൻ പോകണില്ല കേട്ടാ. നിങ്ങൾ ലംബോർഗിനിയുടെ സിയാനെ കൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ജയിക്കാൻ പോകണില്ല. ഞങ്ങളെ ജയിക്കാം നമ്മുടെ കയ്യിലാണ് കേട്ടോ. ലംബോർഗിനിയുടെ ഹുറാക്കനാണ്. ഒന്ന് പോടാടുന്നു ഞങ്ങളെ ഈ റേസിന് ജയിക്കോ? എടാ ഷിൻചാനെ ഒന്ന് മിണ്ടായിടാ. ആദ്യം നമുക്ക് ഈ റേസിന് ജയിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ആടാ നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യും വണ്ടി എടുത്തൊക്കെ തുടങ്ങാം. ആടാ ഷിൻചാനെ. എടാ ജെറിയെ നമുക്ക് എങ്ങനെയാലും ജയിച്ചേ പറ്റും കേട്ടാ. ആടാ ടോമേ അത് നീ പറഞ്ഞാൽ ശരി തന്നെ. നമുക്ക് എങ്ങനെയൊക്കെ ജയിച്ചേ പറ്റുമോ? നമ്മളെന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും നൈസായിട്ട് എന്തായാലും വണ്ടി എടുത്ത് എന്തായാലും ചാടിയേ കാണും കേട്ടാ. എടാ ടോമെ പിടിച്ചിരുന്നോ? ഒന്നാതെ വണ്ടിക്ക് ഇച്ചിരി ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് കേട്ടാ. പക്ഷെ എൻ്റെ പൊന്നെ നമ്മൾ ഔട്ടാവുമെന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ ജസ്റ്റ് മിസ്. പക്ഷെ എൻ്റെ ബോമാരാര് സിയാനാണെങ്കിൽ കുറച്ചുകൂടെ എങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ വണ്ടിക്കാണെങ്കിൽ ഒട്ടും തന്നെ ഇല്ല. എടാ ജെറിയെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കണ? അവന്മാർ ഒരു കാരണവശാലും ജയിക്കാൻ പോണില്ല. നമ്മളെ ജയിക്കോ? എടാ ഒന്ന് അടങ്ങിയിരടാ ആദ്യം ജയിക്കട്ടെ. നിൻ്റെ ഒരു ആവേശം കാരണമാണ് ഇത്രയും നേരം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എടാ നമ്മൾ ഈ റാമ്പ് ചാടുമ്പോൾ നമ്മൾ ജയിക്കും. അയ്യോ നമ്മളിപ്പോൾ താഴെ എത്തിയാലും പ്രശ്നമാണല്ലോടാ. കാരണം നമ്മൾ റാമ്പ് മുഴുവനായിട്ട് ചാടിയില്ല, നമ്മൾ പകുതിയെ ചാടിയുള്ളൂ. എന്നാലും ഇത് എന്ത് തേങ്ങയാണല്ലേ. നമുക്കാണ് ഇനി ചാൻസ് കിട്ടൂല തേങ്ങക്കൊല. പക്ഷെ നമുക്ക് സെക്കൻഡ് ചാൻസ് കാണാൻ കിട്ടുക കേട്ടാ. പക്ഷെ സെക്കൻഡ് ചാൻസ് കിട്ടണമെങ്കിൽ അവന്മാർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തോക്കണം, എന്നാലേ നമുക്ക് സെക്കൻഡ് ചാൻസ് കിട്ടത്തുള്ളൂ. ആടാ നീ പറഞ്ഞ കറക്റ്റാണ്. എന്തായാലും നമുക്കൊന്നല്ല അവന്മാരെ കളി നോക്കാം. ആടാ ടോമേ നമുക്ക് എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റും കേട്ടാ. നമുക്ക് സെക്കൻഡ് പൊസിഷൻ കിട്ടി ജയിക്കണം എങ്ങനെയെങ്കിലും. ആടാ ശരിയാണ്. ഓക്കെ ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് എൻ്റെയും പിങ്ചാൻ്റെയും ചാൻസ് കളക്കാണ് കേട്ടോ അടുത്തെന്ന് വെച്ചാൽ. ഓക്കെ അവന്മാർ പിന്നെ ഭയങ്കര തള്ളൊക്കെ അടിച്ചിട്ട് അവന്മാർ തോറ്റ കേട്ടാ. അവന്മാർ പക്ഷെ സുഖമായിട്ട് ജയിക്കായിരുന്നു കേട്ടോ. പക്ഷെ അവന്മാരെന്തായാലും ഒരു റാമ്പ് നൈസായിട്ട് മിസ് ചെയ്ത് ഗൈസ്. ഓക്കെ അതാണ് സംഭവം എന്ന് വെച്ചാൽ. ഓക്കെ പക്ഷെ എൻ്റെ പൊന്നെ നമുക്കെങ്കിലും ജയിച്ചു കേട്ടോ കേട്ടോ. അവന്മാർക്ക് സെക്കൻഡ് റൗണ്ട് കിട്ടാനേ പാടില്ല. എടാ ഷിൻചാനെ നിൻ്റെ ഒടുക്കത്തെ കോൺഫിഡൻസ് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നിനക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ്. എടാ പിങ്ചാനെ നീ ഒന്ന് മിണ്ടായിരിക്കോ? ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാണ് ഫ്രാങ്ക്ലിൻ ചേട്ടനോട് പറഞ്ഞ് ഈ വണ്ടി വരച്ചൊപ്പിച്ചത്. അപ്പം നീ എന്നോട് ഓവർ കോൺഫിഡൻസ് പറയണ? എടാ നീ കറക്റ്റായിട്ട് റാമ്പ് വരെ എത്തിക്കുക, എന്നിട്ട് നീ എത്ര ഓവർ കോൺഫിഡൻസ് വേണമെങ്കിൽ എടുത്തോ. എടാ നമ്മൾ ജയിക്കാൻ പോടറാ. എടാ ഷിൻചാനെ നീ ആഘോഷിക്കണ്ടറാ. നമ്മൾ കറക്റ്റായിട്ട് താഴെ എത്തിയാലല്ലേ നമ്മൾ ജയിക്കോ. നമ്മളെങ്ങാനും സൈഡ് അടിച്ച് വീണാൽ നമ്മുടെ കാര്യം തീർന്ന്. ഇല്ലടാ യെസ് നമ്മുടെ വണ്ടി കറക്റ്റായിട്ട് വീണ്. അപ്പം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? ഞങ്ങളിപ്പോൾ ജയിച്ചില്ല. നിങ്ങൾ നേരത്തെ ഒരു 2 മില്യൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതപ്പോൾ വേണ്ടി നിങ്ങൾ തരുമല്ലോ. ഒന്ന് പോടാ ഷിൻചാനെ, ഞങ്ങൾ ചുമ്മാ തള്ളിയതാണ്. അഥവാ നിങ്ങൾ തോറ്റെങ്കിൽ ഞങ്ങൾക്ക് കിട്ടൂല, അതിന് വേണ്ടിയിട്ടാണ്. എടാ ജെറി ടോമേ നിങ്ങൾ ഞങ്ങൾക്ക് $2 ബില്യൺ തന്നില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ഞങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളെ എടുത്ത് വിടുന്ന് നേരെ താഴെട്ട് കൊല്ലും. ഒന്ന് പോടാ അവിടെ നിന്ന്. നിങ്ങൾ കാരണം ഞങ്ങളുടെ വണ്ടി ഫുള്ള് ഡാമേജായി. നിങ്ങളതിന് ജയിച്ചൊന്നുമില്ലല്ലോ, നിങ്ങൾ പകുതി വെച്ചിട്ട് വീണല്ലോ. പക്ഷേ ഞങ്ങളുടെ കാറ് ഫുള്ളായിട്ട് കടന്നല്ലോ. കാറ് കടന്നാൽ മതി, അല്ലാതെ പ്ലെയർ കറക്റ്റായിട്ട്
കറക്റ്റായിട്ട് വീഴണമെന്ന് അങ്ങനെ തന്നെയല്ല. നിങ്ങൾ പറഞ്ഞ കാറ് കറക്റ്റായിട്ട് വീഴണമെന്നാണ്, അത് കറക്റ്റായിട്ട് വീണല്ലോ. എടാ ഷിൻജോനെ, നീ എൻ്റേത് വാങ്ങിക്കും കേട്ടാ. എടാ ടോമേ ജെറി, മര്യാദയ്ക്ക് $2 ബില്യൺ അയച്ചു തന്നോ, അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിന് കംപ്ലൈൻറ്റ് എടുക്കും. ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറ്റിക്കും. അയ്യോ നമുക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ പേടിയാണേ. അയ്യോ നമ്മളൊന്നും ചെയ്യല്ലേ. എടാ ഷിൻജോനെ, നിനക്ക് എന്നെ ആരാണെന്ന് നീ അറിഞ്ഞൂടാ കേട്ടാ. ഈ ടോം ആരാണെന്ന് നിനക്ക് അറിഞ്ഞൂടാ കേട്ടാ. നീ എൻ്റെ തനി സ്വഭാവം എടുക്കല്ലേ. ഒന്ന് പോടാ ടോമേ ജെറി. നിങ്ങളിപ്പോൾ ക്യാഷ് എടുത്തില്ലെങ്കിൽ പിന്നെ ഈ ഷിൻജാൻ്റെയും പിൻചാൻ്റെയും കളി വേറെ ലെവൽ രീതിയിലായിരിക്കും. ഒന്ന് പോടാ അവിടെ നിന്ന്. നീ എന്നെ ഒന്ന് വാങ്ങിക്കേ. എടാ പിൻചാനെ വേണ്ടടാ, വിട്ടോളാ. അങ്ങനെ വിട്ടോളാന്ന് പറ്റൂലടാ. എനിക്ക് എങ്ങനെ തന്നെ 2 മില്യൺ വേണം. ഇവന്മാരെ കൊണ്ട് ശല്യമാണോ ടോമേ. ഒരു കാര്യം ചെയ്യാൻ ഇട്ടോട്. ശല്യങ്ങളെ നേരത്താന്ന് എനിക്ക് വിളിക്കാൻ തന്നെ. നീ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലോ. നീ കാരണമാണ് 2 മില്യൺ പോയത് പൊട്ടൻ. ഓക്കെ ഗായ്സ്, ഓക്കെ അപ്പോൾ ഇത്രയുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ആണ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.